ഇതാരായിരിക്കുന്നത്? അതെനിക്കൊരു ഞാനൊരു റെക്കോർഡിങ്ങിന് പോയപ്പം ചിരിക്കുന്ന യേശുദേവൻ, അതായത് പല്ല് വെച്ച് ചിരിക്കുന്ന യേശുദേവൻ ഭയങ്കര റെയർ ആണെന്ന് പറഞ്ഞിട്ടൊക്കെ വരച്ചതാ. അത് ശരി. അപ്പൊ ഞാനത് ഇവിടത്തെ ഇരിക്കട്ടെ, വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഇവിടെ വെച്ച്. ആ കൊള്ളാം. സത്യം ഞാനും വെച്ചത് ആരാണെന്ന് കുറച്ചൊരു ആലോചിക്കുന്നത്. ഇനി അറിയാത്ത വല്ല പ്രശസ്തമാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ചേരം ആലോചിച്ചായിരുന്നു. ശരിയാട്ടോ, ചിരിക്കുന്ന യേശുദാസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും അപ്പം എനിക്കും ഇപ്പത്തെ കൗതുകമായി തോന്നി. അപ്പൊ ഞാൻ എന്തായാലും പ്രോഗ്രാമിന് എന്താ ഗിഫ്റ്റ് കിട്ടിയതാണോ? റെക്കോർഡിംഗ് പോയപ്പോ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാടാൻ വേണ്ടി പോയ സമയത്ത് അവരിങ്ങനെ വരച്ചുകൊണ്ട് തന്നതാ. അടിപൊളി, കൊള്ളാം. ഈ വാർഡ്രോബ് ഒക്കെ ഞാനൊന്ന് തുറക്കട്ടെ, എന്തൊക്കെയാ ഉള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ തൽക്കാലം ഒന്ന് തുറന്നു നോക്കാം, എന്നിട്ട് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇത് കൊറേ അറകൾ, കൊറേ അറകൾ. നമ്മുടെ സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെയാണ് മെയിൻ. ഇതിന്റെ അകത്ത് മാത്രം സൗന്ദര്യവർദ്ധന സാധനങ്ങൾ. ഇതില് പിന്നെ കമാല കമല, പിന്നെ ഗെയിംസിന് എന്തൊക്കെ സാധനങ്ങൾ, ബെഡ്ഷീറ്റ്. ഇതിന് ബാക്കി ഡെക്കറേഷൻ ഉള്ള സാധനങ്ങളാണ്. ഓ അത് ശരി. ഇനി എവിടെ ഡെക്കറേറ്റ് ചെയ്യൂടാ? അതാണ് ഞാൻ മുറി മൊത്തം ഡെക്കറേറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് ഞാനിപ്പോ ഈ ആ ലൈറ്റ് മറ്റേ ടെസൽസിന്റെ സാധനം കണ്ടില്ലേ, അത് ഇപ്പൊ ഇന്നലെ ഹാങ് ചെയ്തിട്ടേ ഉള്ളൂ. ഓ അത് ശരി. അതൊക്കെ വേറെ സ്ഥലത്തുനിന്ന്, അത് ഇവിടെയായിരുന്നു, ചിലത് ഇവിടെ നിലത്തായിരുന്നു. ഇതിപ്പോ നമ്മള് വരുന്ന പ്രമാണിച്ച് പെട്ടെന്ന് എടുത്തു പിടിച്ചിട്ടുണ്ടാണോ? അങ്ങനെയല്ല, ഞാനത് ഇടക്കിടക്ക് മാറ്റും. എനിക്ക് എന്താ, എനിക്കിങ്ങനെ കൊറേ കാലം ഒന്നിനോട് ഞാൻ നിൽക്കുന്നില്ല. ആണല്ലേ? ഇതിന്റെ കടിയിലേക്കോ? അതിലൊക്കെ ഡ്രസ് സാധനങ്ങളൊക്കെയാണ്, ഫുൾ ഡ്രസ്. പിന്നെ ഇവിടെ ഹാങ് ചെയ്യാനായിട്ട് ഒരു സ്പേസ്, പക്ഷെ അവിടെ ഒന്നും കാര്യമായിട്ട് ഹാങ് ചെയ്തിട്ടില്ല. ഇല്ല, സമയം എടുക്കും. കാരണം ഇങ്ങോട്ട് അധികം ദിവസം വരാറില്ല, വളരെ കുറച്ചേ വരാറുള്ളൂ അല്ലെ? വളരെ കുറച്ചേ വരാറുള്ളൂ. വരുമ്പം വേണ്ട ഡ്രസ്സുകളെല്ലാം കൂടി എടുത്തിട്ട് വരും. ആക്ച്വലി പോലെ ഇപ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കളക്ഷൻസ് ഒക്കെ. ഇത് വീട്ടിലത്തെ എന്റെ റൂമിന്റെ ഒരു കളക്ഷൻ ഞാൻ എടുത്തു വെച്ചതാണ്. ഇത് അമ്മമ്മ അമ്മച്ചൻ, ഇതെന്റെ വെറുതെ ഷോ, ഷോപ്പിംഗ് ഷോ. ഇത് കുക്കിംഗ്, ഇത് അമ്മന്റെ കൂടെ. ഇത് പിന്നെ നമ്മള് മാണിക്കച്ചിറക് ആ പാട്ടിന്റെ ഫുൾ ടീം ആണ്. കുക്കി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്താ? കുക്കിയുടെ ചേച്ചിയാണോ? കുക്കി ഓ അങ്ങനെയാണോ? ഞാനത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട്. എന്റെ ആ മാണിക്കച്ചിറകുള്ള ആൽബത്തിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട്. അവളാണ് കുഞ്ഞു പപ്പിയായിട്ട് എന്റെ കൂടെ ഉണ്ട് അവള്. ഓ അത് ശരി. എന്താണ് മൂങ്ങയൊക്കെ ഒരു ക്യൂട്ട് മൂങ്ങ എന്നുള്ളതാണോ? ആ ക്യൂട്ട്. എനിക്കിങ്ങനെ കളർഫുൾ ആയാൽ മതി. ആണ്. അത് തൽക്കാലത്തേക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു അല്ലെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. ശ്രേയയുടെ വീട്ടിൽ വന്നിട്ട് നമ്മള് ശ്രേയയുടെ കുക്കിനെ കണ്ടു. പക്ഷെ ശ്രേയയുടെ അനിയനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ട്. അവരെയും കൂടെ കാണണ്ടേ? നിങ്ങൾ രണ്ടുപേരും ചേച്ചി അനിയനും കൂടെ ഒരുമിച്ച് പോയാണോ കാണാറടിച്ചേ? അല്ലേ? ആദ്യമാണോ?